അങ്ങോട്ട് പോയി നിന്റെ ക്യാമറ അടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞു. ആര് എവിടെ പോയപ്പോ? വീട്ടിൽ കയറി വേണ്ടാതീനം കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാത്തിനും പുറത്ത് കളയാൻ പോവാ. ഹലോ ഹലോ ഹായ്. You said my question is how are you gonna investigate with the photo which we send you? Because the photo we send you ആ ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെയാ. ഇങ്ങനെ പോയാൽ മിക്കവാറും എന്തെങ്കിലും ഹാപ്പനാ. പിള്ളേർ അടി ഉണ്ടാക്കി റോഡിൽ നിന്ന് ബഹളം വെക്കുന്ന ഭീഷണി. സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ്. അവർ നമ്മളെ ത്രെട്ടൺ ചെയ്യുന്നു. അവർ രണ്ട് ഗ്യാങ്ങായിട്ട് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നു. നമ്മൾ 2 bedroom പ്രോപ്പർട്ടിയിൽ ഒരഡൽട്ടും 2 പിള്ളേരും ബുക്ക് ചെയ്തതാണ്. നമ്മൾ റാൻഡംലി പ്രോപ്പർട്ടിയിലേക്ക് വന്നപ്പം ഒരു 10-15 പിള്ളേർ അതിൽ നിന്ന് ഇറങ്ങി വരുന്നു. Where are we going, bro? Going to next property. Service accommodation. My second property. രണ്ടാമത്തെ റോഡ് രണ്ടാമത്തെ എടുത്ത പ്രോപ്പർട്ടി. Airbnb ആണല്ലേ? Airbnb. ആരാ ബുക്ക് ചെയ്താ? ഇത് ആൻഡ്രിയ ലിലി എന്ന് പറഞ്ഞ ആളാണ് ബുക്ക് ചെയ്തത്. 2 children, 16 and 16 വയസ്സിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്നിട്ട് ഇപ്പോൾ കോൾ ചെയ്യാം. എനിക്ക് ഇത്ര ആൾക്കാരുണ്ട്, ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മളിപ്പോൾ പോലീസിനെ കോൺടാക്ട് ചെയ്യും എന്ന് പറയാം. ഒരാളും 2 ചൈൽഡും എന്ന് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത്. ഇങ്ങനത്തെ അനുഭവങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. Airbnb നോർമലാണ്. ഇങ്ങനെ പോയാൽ മിക്കവാറും എന്തെങ്കിലും ഹാപ്പനാ. 1 adult, 2 children. ഇവിടെ റിംഗ് ക്യാമറ ഇല്ല. ഇവിടെ റിംഗ് ക്യാമറ ഇല്ല. ഭയങ്കര സീനല്ലേ? യൂഷ്വലി ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആയത്. ഈ നമ്മൾ 2 bedroom പ്രോപ്പർട്ടിയിൽ ഒരഡൽട്ടും 2 പിള്ളേരും ബുക്ക് ചെയ്തതാണ്. നമ്മൾ റാൻഡംലി പ്രോപ്പർട്ടിയിലേക്ക് വന്നപ്പം ഒരു 10-15 പിള്ളേർ അതിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ പിന്നെ ബുക്ക് ചെയ്ത ആളെ നമുക്ക് വിളിച്ച സംഭവം എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു നോക്കാം. പക്ഷേ വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. അതാരാ? ആൻഡ്രിയ എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണോ? ഇപ്പോൾ കോൾ പോകുന്നില്ല. നോർമലി booking.com നോർമലും കിട്ടുന്നില്ല, ഫോൺ കിട്ടുന്നില്ല. booking.com വരുന്ന ഈ പ്രശ്നങ്ങളാണ്. ഇവർ ഇതുവരെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ഇവർക്ക് സോർട്ട് ഔട്ട് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് വാങ്ങിച്ചോ? ഡെപ്പോസിറ്റ് ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഡെപ്പോസിറ്റ് നിർബന്ധമായിട്ടും ഞാൻ പറഞ്ഞില്ല, സ്യൂട്ട് ഓഫ് കണക്ട് ചെയ്തിട്ടില്ല. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. 100 pounds ഉണ്ട് ഇതിനൊക്കെ നമ്മൾ വാങ്ങും. കാരണം 2 bedroom ബുക്കിങ്സ് വരുന്നില്ല. ഇതുണ്ടായിട്ട്. ഹലോ ഇല്ല, അത് ഇതാണ് കമ്പ്യൂട്ടറാണ്. booking.com കോൾ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടോ? ഡയറക്റ്റ് വിളിക്കണ്ട, ക്വിക്ക് കോൾ? അതോ മറ്റേ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന പരിപാടിയാണോ? അല്ല, booking.com പെട്ടെന്ന് കിട്ടും. Thank you for calling booking.com. Your call may be recorded for training purposes. For questions related to an existing reservation made at your property, press 1. For questions related to your booking.com extranet, press 2. For questions we'll assist you as soon as a customer service representative becomes available. The current average waiting time is less than 5 minutes. ഇത് പോലീസിനെ വിളിക്കേണ്ടി വരും. Please provide me the confirmation number of the reservation. Yeah, the reservation number is 53505. Okay. 23661. Yeah, I just called because this reservation, I have received a complaint from the neighbors that many students came to the property for staying today, because the reservation was for 1 adult and 2 child, but when I came here there are around 15-20 people in the property. Oh. Yeah, so I just would like I tried contacting the person, but I could not get them. So please contact from your side and tell them to vacate the property from your side. Okay, so no worries. So in this one, I do understand how important it is for you to get an assistance regarding for this. Yeah. But here on this one,
for me to also fully verify the reservation, I would like to confirm Okay. that you are calling from the property, right? Yes. And may I know your name first My name and is- your position? My name is Mohammed Shafiq. I am the manager of the property. Okay. So the manager, okay, Shafiq. So yeah, thank you for confirming that. Yeah. And in this one, okay, could you please confirm the guest name under the reservation? Yeah, the guest name is Andrea Lee. And could you please also confirm the property name or the accommodation name? Welcome to your comfy stay in Upper Stock. Okay, and could you please also confirm the check-in and check-out date for this one? Check-in is 12th June and check-out is 13th June. Okay, so thank you for confirming that. So in this one, as I said, as you have me on the line, rest assured that I will help you with your concern to get in contact with the guest. Yeah. So in this one, before I proceed to that, I'll be needing to fully verify the reservation. So I would be performing a security callback, and I Okay. would be calling the number ending in 6372. Yeah. So in this one, you can now drop the call, and I'll just call you back so we can proceed. Okay? Okay, thank you. Okay, thank you. So bye for now, and I'll just call you back. തിരിച്ചു വിളിക്കുമോ അപ്പം? സെക്യൂരിറ്റി നമ്മളെന്നാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. ആരെ കയറുന്നത് ഇവർക്ക് സെക്യൂരിറ്റി ഇല്ല. Who am I speaking with? Yeah, this is Mohammed Shafiq. Okay, thank you for confirming that. So in this one, the reservation is already verified here on our system. So to proceed, you would like to inform the guest that they need to leave the accommodation Yeah. As soon as possible. Yeah. You receive a complaint from the Yeah. Neighbors. Okay. സെയിം ആളല്ലേ? Security. വള്ളിയാ വിട്ടോ. ഒരാടത്ത് 2 കുട്ടികളെന്ന് പറഞ്ഞിട്ടില്ല. Okay, please hold on as I'll just proceed my notes here, okay, before I contact them. Could you please again confirm on how many guests did the More than, original more guest original bring? guest is 1 adult and 2 child. Mhm. Yeah, at the moment they're And, around 20 people, maybe more than that, because I didn't go inside the house. I'm outside the house actually, because I have seen many people going and coming inside the house. Okay, 20. And you would like to inform them that they should leave. They should be On the leaving. property, right? Yeah. This is against the policy of the property, and they should leave the property as soon as possible. And the property. അതൊന്ന് വലിക്കുക, വലിയും കൂടിയല്ല. I do apologize, but here on this reservation, I could also contact the guest regarding for this one, but we also do have an option that we would be requesting for a payment for the damage that the property would get to the accommodation. Would that be alright?
Yeah. Anyway, that should be done because I don't know what is condition inside the house. Anyway, I'll need that damage also from the guest, and I want them to go out of the property now. Oh, and could you please confirm how much would you like to issue a payment for the guest, so I could just also put my note here? Around 200 pounds. Okay. Thank you for confirming that. So in this one, please hold on. Yeah. അത് ഇറങ്ങാതെ ചാർജ് ചെയ്ത് അവന്മാർ അതിൻ്റെ ഡാമേജ് ഉണ്ടാക്കിയിട്ടല്ലേ പോകും. അത് ഇപ്പം ചാർജ് ഒന്നുമില്ല. അതൊക്കെ പിന്നെ മെസ്സേജൊക്കെ പോയി സമയമെടുക്കും. അവരിറങ്ങാണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ലല്ലോ. മനസ്സിലാക്കുക എത്ര എല്ലാം വേറെ മേലത്ത് ഇവിടെ കണ്ണ് വീട്ടിൽ കത്തിയുണ്ടോ? ഇല്ലല്ലോ ഇവിടെ കത്തിയുണ്ടോ? സ്റ്റാബിങ് കത്തിയുണ്ട്. ഇവിടെ ഗൺ അത് ഭയങ്കര കുറവല്ലേ യൂസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മറ്റേ സ്റ്റാബിങ് I would just put this call on hold because I would try to get in contact with the guest കടയിൽ പോയിട്ട് regarding വരുന്ന for your concern. Okay. And also that I would, if I didn't get any response from them, I would just also be sending an email. But for this one, I would first try to get in contact with them. Okay. Okay. Thank you. Okay, thank you also. So, allow me to put this call on hold and give me a maximum of 5 minutes, okay? Okay. Thank you. Line, and I do apologize for that hold. Okay. But I was trying to get in contact with that guest. But here on this one, I was trying to call them for about multiple times, but unfortunately, I did not get any response from them. Okay. So what we will just do is, I will just send an email for them regarding your concern, and we will just further update you also regarding that you do have or for your assistance, we would be furthering update you regarding once we have received their guest respond also here on this. Okay. And also, if you would have a proof, that would be also helpful or Okay. would be helpful for us. Yeah. And in this one, just to recap that you called regarding that the guest added or the guest booked for an original one other than children. Yeah. But here on this one, I can see, or as you said, that they bring more guests for Yeah. this reservation. So you requested for an additional payment and also for them to leave their property. But as I tried to call them, unfortunately, we did not have any response. So I Okay. just sent them an email regarding your request, and once we have received a response, we would be furthering update you for this, okay? Okay. So I would like to know if there would be anything police else വിളിക്കാം that നമുക്ക്. I can assist you with today. Just 1 minute. പാസ് ഓൺ ചെയ്യാൻ Yeah, just pass on to my friend. Just 1 minute. ഹലോ ഹലോ Hello? ഹായ് you said you've tried sending a message, right? Or giving a call, and there's no response from their side, Yeah. correct? Yeah? Yeah. And you said you're on gonna the send call, an we se- do not have. Yeah, you tried to give a call and then they didn't answer. Now you're trying to send an email to them and then waiting for a response. Is that correct? Yeah, so the property is in the UK now. The time here is 10 o'clock at night. It's 9 o'clock at night now. So if you send an email, obviously, even if you get a reply, there's about 10 to 15 people who are going to be staying in the property. So there's no point in sending an email because the checkout is tomorrow at 10 o'clock in the morning. So that's not going to resolve anything. So what other thing can you do from your side to resolve this issue? Yeah, as I said earlier, that I also confirm it with hold on, with Shafiq that
I did request for payment that they would like to make or communicate with the guest for this. So Yeah, obviously, I put it here for about obviously, you tried to give a call, they are not attending. So now you're gonna send an email. Obviously, so I believe you're not gonna get a response if they're not gonna answer the phone call, because that's one of the slowest mode of communication. So what other things can you do from your side to resolve this issue? Is there any option where you can add on more guests? Because at the moment it's just one adult and 2 children, but at the moment there's about 15 people in the property. So if there's nothing which can be done from your side, we'll have to call the police, because this property cannot accommodate this many people. It's a 2-bed property, so it's going to be illegal for this many people to stay in the property. Yeah, unfortunately here on this one, what we can just do is for us to provide an additional amount that the guest How much should is be it? paying here, and also that we as upon confirming it with the Shafiq, confirm that it would be an additional £200. 200 pounds. So how are you going to collect that money, 200 pounds? Upon checking here, okay, please hold on. We would be collecting it with the guest card that is registered here, but we would be notifying them first regarding for this, as it would be also illegal if we would be charging them without any notice. Okay, no worries. You can obviously let them know that you're going to be collecting a payment. So my question is, what if they are not willing to make the payment? Yes, for this one we would be conducting an investigation, since if you, as I said earlier, if you do have a proof for this one. Yes, we do have photos and videos. It would be helpful. Yeah, so you could send it to us, and once we have it here, we will be further investigating here under our end to see what we can offer and to see what we can do for you, okay? Since I know how concerning this is for you. It's not just for us. It's not just concerning for us. It's literally illegal in the UK for 15 people to stay in a 2-bedroom property. So it's not just concerning for us. It's not permitted. So if you as a booking.com, if your company allows that many guests to stay in the property, I believe that's not the right thing your company should be doing, correct? Okay, so no worries, since you're on this one, we will just update or further investigate also here once we have received the proof, and also if we do notify also the guest, okay? If that's gonna resolve everything, that's fine. But again, you're gonna do so. Could you please elaborate on what sort of investigation you're gonna be doing with the photos which we sent? Regarding once we have received it, our internal team would be the one to further investigate it due to the guest misconduct on the property. Since you're on this one, So my question is, how are you gonna investigate with the photo which we send you? Because the photo we send you, കട്ടാക്കിയോ? ആ ഉത്തരം മുട്ടുമ്പോൾ എങ്ങനെയാ? നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോ വെച്ച് അവരെന്ത് ഇൻവെസ്റ്റ് ചെയ്ത്? നമ്മളല്ലേ ഫോട്ടോ അയച്ചു, ഫോട്ടോ നോക്കിയിരിക്കുമോ? അതാണ് ഇൻവെസ്റ്റിഗേഷൻ. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ. എന്താ ഈ നമ്മളയച്ച ഫോട്ടോ, നമ്മളയച്ച വീഡിയോ നോക്കി അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നു. ഇത്രയേ ഉള്ളൂ. എന്താ ചോദ്യം ചോദിച്ചാൽ ഉത്തരം മുട്ടും അവരിങ്ങനെയാ. ഞാൻ 5 വർഷമായിട്ട് ഡീൽ ചെയ്യുന്ന ഇവരുമായിട്ട്. എനിക്കറിയാം ഇവർ സ്ഥിരം ഉത്തരം മുട്ടുന്ന അവർ. എയർബിഎൻബി ആണെങ്കിൽ അപ്പം തന്നെ അവർ നമുക്ക് പൈസ തരും. ബുക്കിംഗ്.com ആണെങ്കിൽ ഇങ്ങനെയാണ്. 200 പൗണ്ട് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്യാം. മാക്സിമം 25 ടൈം ചോദിക്കാൻ പറ്റും റിക്വസ്റ്റ് ബുക്കിംഗ്.com. ഈവൻ ഡിപ്പോസിറ്റ് 250 മാക്സിമം ഇടാൻ പറ്റും ബുക്കിംഗ്.com കൂടെ. ഡാമേജ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഓപ്ഷൻ ബുക്കിംഗ്.com കൂടെ ആയതുകൊണ്ടാണ്. സോ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് ചേർക്കാറാണ്. നമ്മളെ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ കൂടുതൽ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യും എന്നുള്ളത് മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ഈ ഷാഡൊക്കെ ആണെങ്കിൽ ഒരു ദിവസത്തെ ബുക്ക് അത് തന്നെ ഫുൾ എമൗണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു കാശുമില്ലാത്ത സമയത്ത് എവിടുന്നേക്കോ 600 പൗണ്ട് ഒപ്പിച്ച് ഒരു നൈറ്റ് ബുക്ക് ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഒരു 600 പൗണ്ട് കൂടെ വേണം ഡെപ്പോസിറ്റ്. ചെല്ലുമ്പോഴാണ് ചെല്ലുമ്പോഴാണ് പറഞ്ഞു. അതുവരെ ഞാൻ അറിഞ്ഞില്ല.
Booking.com വഴി അപ്പോൾ 250 ആവട്ടെ മാക്സ്. വൺ ഓഫ് ദ ഉഴപ്പസ്റ്റ് പ്ലാറ്റ്ഫോമാണ് Booking.com. ഒരു ഭാഗ്യക്ക് കൊള്ളത്തില്ല. അവർ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ചെയ്യില്ല. അവർ എൻ്റെ അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഒന്ന് എടുക്കാം. ഞാൻ 1000 പൗണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഒരു 3000 ചില്ലാനും പൗണ്ട് നഷ്ടം വന്നിട്ടുണ്ട്. ബുക്ക് ഗസ്റ്റ് വന്ന് നിന്നിട്ട് പൈസ കിട്ടിയില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുക? പറയുന്നത് ഒരിടത്ത് പറയാം, പറഞ്ഞാൽ ജസ്റ്റ് നത്തിങ് ഗോണ ഹാപ്പൻ. അല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. ഓടുന്ന കൊച്ചി കറക്റ്റാണൊക്കെ ഇടുന്നത്. ഓ മൈ ഗോഡ്. ഏറ്റവും ബെസ്റ്റ് തിങ് റിങ് ക്യാമറ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഫ്യൂ പ്രോപ്പർട്ടീസ് നമുക്ക് പാക്കേജായിട്ട് എടുക്കാൻ തോന്നും. എടുത്തു കഴിഞ്ഞാൽ എല്ലാം റെക്കോർഡാവും. ഞാൻ ചെയ്യുന്ന യുഫി ക്യാമറയും ഫുൾ റെക്കോർഡാവും. അതിൽ ക്യാമറ ഇങ്ങനെ ഡോൾ ക്യാമറ വെളിയിൽ വെക്കുന്ന ഡോർ ക്യാമറ ആണ്. അമീൻ അതായി ഉപയോഗിക്കും. അപ്പോൾ അമീൻ പറയുമ്പോൾ ഞാനത് എടുത്ത് അത് നല്ലതാണ്. ഇവൻ ഞങ്ങളിപ്പോൾ സിംഗപ്പൂരിലേക്ക് അതാണ് എടുത്തത്. അത് വയർഡാണോ അതോ വയർലെസ്? വയർഡും ചെയ്യാതെ രണ്ടും ചെയ്യാം. വയർലെസ്സും ആണ്. അത് ഏകദേശം 30 days പോലെ അത് കിട്ടും, ബാറ്ററി കിട്ടും. എൻ്റെ അടുത്തൊന്നും റെക്കോർഡാവും. പക്ഷേ 60 ദിവസം 90 ദിവസം കഴിഞ്ഞാൽ റെക്കോർഡായത് സേവ് ഇട്ടേക്കണം. ആവശ്യമുള്ളതെല്ലാം പറഞ്ഞാൽ അത് മൊത്തം ഡിലീറ്റ് ആവും. ക്ലൗഡിൽ നിന്ന് അത് മൊത്തം ഒന്ന് പോകും. ടാപ്പ് എന്ന് പറഞ്ഞ ഒരു ക്യാമറ ഉണ്ട്. അത് 6 months വരെ ബാറ്ററി ലൈഫ് ഉണ്ട്. എന്ത് ബാറ്ററി അത്? അവർ പോയതെല്ലാം കിട്ടി. ലിഥിയം അയൺ തന്നെയാണ്. 6500 mAh ഉള്ള ബാറ്ററിയാണ്. കഴിഞ്ഞോ? എല്ലാവരും പോയോ? ഇല്ല കുറച്ച് ആൾക്കാരുണ്ടെന്ന് 2-3 ആൾക്കാർ. ചാവി കിട്ടണം. സ്കൂളിൽ നിന്നുള്ള പിള്ളേർ ഇറങ്ങിയല്ലോ. ആദ്യം എണ്ണയിൽ 25. അന്ന് അവിടെ CV3 വന്ന സമയത്ത് ഒരു ചാവി കൊണ്ടുപോയി. എൻ്റെ അടുത്തുള്ള ചാവി, പിന്നെ പുറത്തുള്ള ഡോറിൻ്റെ ചാവി അതും എടുത്തു പോയി. ഏറ്റവും പുറത്തുള്ള അല്ല ഉള്ളിലത്തെ ഇവര് പോയി വെയിറ്റ് ചെയ്യാം നമ്മൾ പോകാനായിട്ട്. ആരും പോകുന്നില്ല. അങ്ങോട്ട് ഇല്ല, ക്യാമറ അടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞു. ആര് എവിടെ പോയപ്പോൾ? ബേക്കിൽ പോയോ? അടിച്ച് പൊട്ടിക്കുന്ന അവിടെ ബാക്കിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടം എല്ലാം അങ്ങ് ചാടിയില്ലേ? അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പുറത്ത് വീടാ. അത് അപ്പുറത്തെ വീടിൻ്റെ ഇതാണ്, എന്താ പറയുക, ഗാർഡനാണ്. ആകെ വഴി ഇതിലൂടെ തന്നെ ഉള്ളു. പിന്നെ ബാക്കിൽ കൂടെ കയറാം. ഈ മതിൽ ചാടി ഇങ്ങോട്ട് വരണം. ഈ ഗേറ്റില്ലേ, ഗേറ്റ് ചാടി ഇങ്ങോട്ട് വരണം. പോലീസിനെ വിളിക്കുന്നുണ്ട്. വിഷയം മാറിയ പോലീസിനെ വിളിച്ചു. ഇവിടുത്തെ ഉഴപ്പന്മാരുടെ അറ്റമാണ്. അവരാണ് ഒന്നും ചെയ്യത്തില്ല. അവരാണ് ഒന്നും ചെയ്യുന്നത്. ഞാൻ അന്ന് ആദ്യം വിളിച്ച സമയത്ത് കുറേ എല്ലാം സംസാരിച്ച് അവർ പറഞ്ഞു ഇത് അങ്ങ് എടുക്കാൻ പറ്റില്ല, ഇത് ക്രൈം പ്രഷ് ആണെന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ കൂടെ വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓനെ വിളിച്ച് ഫുള്ള് ഞാൻ ഉള്ളിൽ കയറിയിട്ട് അവരുടെ പുറത്തിറങ്ങാൻ. അന്നപ്പോൾ ആൾക്കാർ ഒച്ച ഉണ്ടാക്കി തുടങ്ങി. അന്നപ്പോൾ ഓൻ പറഞ്ഞു ഇവിടെ ഭയങ്കര അടിയാണ്. അപ്പോൾ ഒരു ഓടി വന്നു. ഹേർട്ടിങ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണം. പിള്ളേരെ അടിയുണ്ടാക്കി റോഡിൽ നിന്ന് ബഹളം വെക്കുന്ന കൂടെ ഭീഷണി. എനിക്കറിയില്ല എന്തിനാണ് Booking.com എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. അത് ഉടായ്പ് കാണിക്കാനുള്ളവർക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് Booking.com. ആരും ഡെപ്പോസിറ്റും ഇല്ല, എന്താന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെയുള്ളവർക്ക്. Airbnb എന്താ ചെയ്യുക? Airbnb നല്ല ഉഷാറാണ്. അവർ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്യും, തിരക്കും. പോലീസിന് വിളി എത്ര നേരമില്ലേ? ഒരാളെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ അവരവിടെ നിന്ന് ടൈപ്പ് ചെയ്യും, എനിക്ക് കേൾക്കാം. കീബോർഡ് സൗണ്ട് കഥ എഴുതുന്ന അതാ. വിസ്പർ ഫ്ലോ ആയിട്ട് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം തുടങ്ങാം. ഇവിടുത്തെ പോലീസ് ഹോസ്പിറ്റലിലായാലും കോമഡി. എൻ്റെ തല ജിമ്മിൽ നിന്ന് തട്ടിട്ട് ചോര വലിക്കുവാണേ. ഞാൻ റിസപ്ഷനിൽ നിന്ന് ചോദിക്കുക എന്ത് പറ്റിയതാ?
ചോദിക്കുക തലകറക്കം ഉണ്ടോ, ബോധമുണ്ടോ, എൻ്റെ തലേന്ന് ഇങ്ങനെ ചോര വിളിച്ചോണ്ടിരിക്കുക. അവരിങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കുന്നു കാര്യങ്ങൾ. എന്നിട്ട് ചെന്ന് തലയിൽ സ്റ്റിച്ച് ഇടാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഓപ്പൺ ഉണ്ടാ ലിറ്ററലി സ്റ്റിച്ചിടണം. ഗോസ് എടുത്തിട്ട് ഇങ്ങനെ ഒരേ അതിനകത്തിട്ട് എന്നിട്ട് ചോര വെക്കുന്നില്ലല്ലോ. ഞാൻ ഒരേ ഒന്ന് നിർത്തി കുറച്ച് ഇങ്ങനെ ഇട്ടൊക്കെ തേക്കുക. എന്നിട്ട് സ്റ്റിച്ചിടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വയ്ക്കുന്നു. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി ഓപ്പൺ വുണ്ടായിട്ട് തുറന്നു വെച്ച് ഞാൻ. ഇത്രയൊക്കെ ചോദിച്ചാൽ അവസാനം ഫ്ലോപ്പായാലേ തലയല്ലേ. 10-20 പേരുണ്ട്. ലാസ്റ്റ് അവർ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലീസിനെ വിളിക്കേണ്ട കേസല്ല എന്നിട്ട് നിങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ഡീൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ Booking.com ഡീൽ ചെയ്യേണ്ട ഇഷ്യൂ ആണ്. അല്ല ഇവിടെ നടന്ന പ്രശ്നം പറഞ്ഞപ്പോഴാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ് പിന്നെ അവർ നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. ചെക്ക് ചെയ്തിട്ട് പിന്നെ എടുത്തപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ്. അവർ നമ്മളെ ത്രെട്ടൺ ചെയ്യുന്നു, അവർ രണ്ട് ഗ്യാങ്ങായിട്ട് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. ഇനി അവന്മാർ വരാൻ രാത്രി 1 മണിയാകും. അതുവരെ നമ്മളിവിടെ കാത്തിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വേറെ പ്രശ്നം എന്താണെന്നറിയാം. പോലീസ് വന്നു കഴിഞ്ഞാൽ നെയ്ബർഹുഡ് ഇത് കാണും. അപ്പോഴത്തേക്ക് അവർ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ കണ്ടാൽ അവർ കൗൺസിലിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ കൗൺസിൽ പറയാൻ എയർബിഎൻബി ആക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അതാണ് വേഴ്സ്റ്റ് കേസ്. ഈ ഏരിയ അത്ര നല്ല ഏരിയ അല്ല. ഓൾറെഡി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഇങ്ങോട്ട് വലിയ പ്രശ്നമില്ല, കാരണം ഇത് റെസിഡൻഷ്യൽ ഏരിയ. ഈ സ്ട്രീറ്റിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ കണക്കാണ്. എൻ്റെ HMO ഏരിയയൊക്കെ ഫുൾ വേറെ 2 HMO ഉണ്ട്. അതൊക്കെ ഫുൾ അങ്ങനത്തെ ഏരിയ മൊത്തം ഫുൾ ഈസ്റ്റ് യൂറോപ്യൻസും ഡ്രഗ്സും ഇപ്പോൾ ഫുൾ മെയിൻ ഏരിയ ആണ്. നമുക്ക് വീഡിയോ എടുക്കണ്ടേ? ആരുടെ? നിങ്ങളുടെ വീഡിയോ 2 പേരെ എടുക്കും. അതെടുത്തില്ലല്ലോ. ലൈറ്റ് ഇരുട്ടാവുന്നതിന് മുന്നേ മുന്നേ എടുക്കാം. അല്ല ഇതിനകത്ത് അത് അതിനകത്താണോ എടുക്കുന്നത്? അതിനകത്തോ? ആണോ? ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കാമല്ലോ, എല്ലാവരും പോയല്ലോ. എടുക്കാൻ വന്ന വീഡിയോ ഒന്ന് നടന്നത് വേറൊന്ന്. അവരങ്ങ് നിൽക്കുമോ, അങ്ങ് ഓടിപ്പോയി നിന്നവർ. സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് ഓടി. വീട്ടിൽ കയറി വേണ്ടാതീനം കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാത്തിനും വിളിച്ച് പുറത്ത് കളയാൻ പോവാ. Sorry, thank you. Uber, you got either. Excuse me, may I know the key? Where's the keys? You'd like the key? Someone dropped the key. അടുത്ത വണ്ടി. No worries. So bye. Don't worry about that. വീട് പൊട്ടി കൂട് മാറ്റാം. അല്ല, കോഡ് മാറ്റുന്ന നോക്കി നോക്കാം. കയ്യിൽ വെച്ചാൽ മതിയല്ലോ. അല്ല, ഡാമേജസ് അങ്ങനത്തെ കാര്യങ്ങൾ നല്ല ആൽക്കഹോളിന്റെ സ്മെല്ലുണ്ട്. ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് ഇതൊക്കെ അവരുടെ എന്ത് റീഅറേഞ്ച്മെന്റ് എല്ലാം ഇവിടുന്ന് ഈ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇത് കഴിക്കാവോ? ഇതൊക്കെ പോയോ? നല്ല പ്രിങ്കിൾസ് ഇരിക്കുന്നു. ഞാൻ കേട്ടോ വല്ല ഡ്രഗ് ഡെറ്റ് ആയിരിക്കും. അല്ല പലർക്കും പോയെന്ന് തോന്നുന്നു. ഇതൊക്കെ അടുക്കള കണ്ടിക്കോ. കിച്ചൺ ഓപ്പണാ. ആളിറക്കിയോണ്ട് നമുക്ക് ചിപ്സ് കിട്ടിയിട്ടുണ്ട്. ഗസ്റ്റിന്റെ പൈസയും കിട്ടി, ചിപ്സും കിട്ടി, ഡ്രിങ്ക്സ് കൊണ്ടുപോയി. അത് കള്ള് കാണാൻ അറിയില്ല. എല്ലാം ട്യൂ ഉണ്ട്, എല്ലാം ഉണ്ട്. പെപ്സി ഒക്കെ പകുതി. അപ്പൊ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവല്ലോ. ഗസ്റ്റിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച ഡെപ്പോസിറ്റ് കൊടുക്കരുത്. 1. 2 കോമ്പൻസേഷനായിട്ട് പറഞ്ഞ 200 250 അതും പിടിച്ചെടുക്കണം. പ്ലസ് അവരെ ഇന്ന് ഇറക്കിയല്ലോ. അപ്പോൾ ക്ലീനിങ് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നുണ്ടോ? നോർമൽ ക്ലീൻ ചെയ്യാനാണ് അത്രേ ഉള്ളൂ. അപ്പം നോർമൽ കോസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു 40 pounds ക്ലീനിങ് ഉണ്ടാവും. നോർമൽ ക്ലീനിങ് അത്രേ ഉള്ളൂ.
നിർബന്ധമായിട്ടും ക്യാമറ ഇല്ലെങ്കിൽ സീനാണ്. എത്ര ആളുണ്ടെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ നമ്പേഴ്സ് സംസാരിക്കാനായിട്ട് പ്രോപ്പർട്ടിയിലേക്ക് വന്നപ്പോഴത്തേക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് കുറേ അതിക്രമിച്ച് കയറി കൊച്ചു പയ്യന്മാരായിരുന്നു. എന്നാലും പറഞ്ഞപ്പോൾ അവരിറങ്ങി. എന്നാലും നമ്മളാ ഒരു സീൻ എത്ര എന്താ പറയുക സീരിയസ് ആണ് എന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോലീസിനെയും വിളിച്ചു. ഇൻ കേസ് ആരെങ്കിലും ഇറങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ, കാരണം നമുക്ക് നാട്ടിലത്തെ പോലെ കയറി പിടിച്ചിറക്കാറൊന്നും പറ്റത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്തു നിന്ന് അവരെല്ലാം നമ്മളായിരിക്കും. അതുകൊണ്ട് അവരെ വിളിച്ച് അവർ വന്നെല്ലാം നോക്കി ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അവർ തിരിച്ചു വരാതിരിക്കാൻ നമ്മൾ ബുക്കിംഗ് തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തേക്കുമല്ലോ. ഇനി നമ്മൾ പൂട്ടിയിട്ടുണ്ട്. ഇനി ഹോപ്പ്ഫുള്ളി അവർക്ക് കയറാനൊന്നും പറ്റത്തില്ല എന്തായാലും. കാരണം ആദ്യം നമ്മൾ വിചാരിച്ച് ബുക്ക് ചെയ്ത 2 പേര് നിൽക്കട്ടെ എന്നിട്ട് വന്നതാണ്. പക്ഷേ അത് അവർ പോയി വന്ന് കറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മോസ്റ്റ് ലൈക്ലി നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവർ തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് പ്രോപ്പർട്ടി പൂട്ടി കീ ആയിട്ടൊക്കെ പോകുന്നതാണ്. ഹോപ്പ്ഫുള്ളി ഇനി വന്നിട്ടും കാര്യമില്ല, എന്തായാലും കയറാൻ പറ്റത്തില്ല, പൂട്ടിയിട്ടേക്കുക.